എനിക്ക് വേണ്ടി കരുതുന്ന എൻ്റെ സ്വർഗീയ നിക്ഷേപമാണ്. ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലാവുന്നുണ്ട്. അതായത് എൻ്റെ രക്ഷ മാത്രമല്ലല്ലോ ഞാൻ നേടേണ്ടത്. ഞാൻ രക്ഷപ്പെടണം. എൻ്റെ കൂടെ ഒരാത്മാവിനെങ്കിലും നേടാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ അത് ഞാൻ ഈശോയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റായിരിക്കും. എനിക്ക് എപ്പോഴും ഈ യഥാർത്ഥ നിശ്ചയം, ഇപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ എനിക്കെപ്പോഴും ഈശോ ഉപമകളിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. പല ഉപമകളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉപമകളിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഉപമയാണ് 10 കന്യകമാരുടെ ഉപമ. 10 കന്യകമാരുടെ ഉപമയെന്ന് പറഞ്ഞാൽ അവർ മണവാളനെ കാത്തിരിക്കുന്നവർ. അവർക്കറിയാം മണവാളൻ വരും എന്നുള്ള അവർക്കറിയാം. ഒരു മണവാളനെ കാത്തിരിക്കുന്നവരാണ്. പക്ഷേ അതിനകത്ത് വിവേകമതികളായ കന്യകൾ എന്ത് ചെയ്യും? അവർ കരുതലുണ്ട്. അവരൊരു കരുതൽ അവർ കാത്തു വെച്ചിട്ടുണ്ട്. എപ്പോൾ വരും എന്നറിയില്ലല്ലോ അല്ലേ? അപ്പോൾ എപ്പോൾ വന്നാലും നമ്മൾക്കൊരു കരുതൽ വേണം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? എണ്ണ കരുതി വെച്ചു. മറ്റവരെന്ത് ചെയ്തു? എണ്ണ ഉപയോഗിച്ച് അവരെണ്ണ തീർന്നു പോയി. അവർക്കൊരു കരുതലോ ഒരു നിക്ഷേപമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? മണവാളം വന്നു, വിളക്കുമായി എണ്ണയുമായുള്ള മണവാട്ടിമാരെ മണവറയിലേക്ക് കൂട്ടപ്പെട്ടു, മറ്റുള്ളവരെ പുറത്ത് നിർത്തി വാതിലടച്ചു എന്നാണ് ഉപമയിൽ ഈശോ പറയുന്നത്. അപ്പോഴും പുറത്ത് നിൽക്കുമ്പോൾ ഒരു കൊട്ടുണ്ട്. തുറക്കൂ, ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരുന്നല്ലേ, ഞങ്ങൾക്ക് എണ്ണ തീർന്നു പോയിട്ടല്ലേ, കുറച്ച് എണ്ണ കടം തന്നാൽ തീരില്ലേ ഈ പ്രശ്നമൊക്കെ, ഞങ്ങളും കൂടെ വന്നോട്ടെ എന്ന് പറയുമ്പോൾ മണവാളം പറയുന്നുണ്ട്, നോ, ഞാൻ നിങ്ങളറിയില്ല, നിങ്ങൾ ആരാണെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞ് വാതിൽ അടയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും നമുക്ക് റിലേറ്റ് ചെയ്യണത് ഈശോയുടെ 2ാം വരവിനെ കുറിച്ചാണ്. എനിക്ക് റിലേറ്റ് ചെയ്യണത് ഈശോയുടെ 2ാം വരവിനെ കുറിച്ചാണ്. ഇതില്ലാത്ത എണ്ണ എന്ന് പറയുന്നത്, കരുതലെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗീയ നിക്ഷേപവും അല്ലേ? സ്വർഗീയ നിക്ഷേപമാണ് കരുതലെണ്ണ. ഇവർ കരുതിയിരിക്കുന്ന മണവാളനെന്ന് നമ്മൾ കരുതിയിരിക്കുന്ന ആരെയാ? ഈശോയുടെ 2ാം വരവിനെയാണ്. എപ്പോൾ വേണേലും സംഭവിക്കാം അല്ലേ? എപ്പോൾ വേണേലും സംഭവിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു കരുതൽ വേണം. ആ കരുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈശോയെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഈശോ എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. ഈശോ വരുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മണവാളം വരുമെന്ന് ഈ മണവാട്ടികൾക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഈശോയുടെ 2ാം വരവ്, ഈശോ വരുമെന്ന് ഈശോ നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വരുന്ന സമയത്ത് നമ്മൾ ഈശോയെ കാത്തിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കരുതലായിട്ടുള്ള എണ്ണ വേണം. ഈ കരുതലിനെ എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗീയ നിക്ഷേപമാണ്. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ട സ്വർഗീയ നിക്ഷേപമാണ് ഈ കരുതലെണ്ണ എന്ന് പറയുന്നത്. അപ്പം എനിക്കിതിനകത്ത് വരുമ്പം ശരിക്കും നമ്മുടെ ഈ ഒരു ഉപമ, അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6ാം അധ്യായം 19 മുതൽ 21 വരെ വാക്യങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് ഈ ഉപമ റിലേറ്റ് ചെയ്തു കേട്ടോ. എനിക്ക് റിലേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറഞ്ഞത്. എനിക്കിഷ്ടമുള്ള ഒരു ഉപമയും കൂടിയാണിത്. അപ്പം ഞാൻ ഈ വായിച്ച വചനം നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു ചെറിയ തരത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈശോ നിങ്ങളെ സ്പർശിച്ച പോലെ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.